ഭീമാപ്പള്ളി വെടിവയ്പ് കഴിഞ്ഞ് 2026 മെയ് 17-ന് 17 വർഷമായി. 2009 മെയ് 17-ാം തീയതി അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സമയത്താണ് ഭീമാപ്പള്ളിയിൽ പോലീസ് 9 പേരെ വെടിവെച്ചു കൊന്നത്. പോലീസ് 70 റൗണ്ട് വെടിയുതിർത്തു, 40 ഗ്രനേഡുകളും പ്രയോഗിച്ചു. വെടിവയ്പ്പിന് മുമ്പായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല. പലർക്കും അരയ്ക്ക് മുകളിലാണ് വെടിയേറ്റത്. നെഞ്ചിലും താടിയിലും കണ്ണിലും വെടിയേറ്റവരുണ്ടായിരുന്നു. കുറ്റവാളികളായ പോലീസുകാർക്കെതിരെ സർക്കാർ നിയമ നടപടി കൈക്കൊണ്ടില്ല. സംഭവ സമയത്ത് 7 പേർ മരിച്ചുവെന്ന ധാരണയിൽ 7 കുഴികളെടുത്തു. പക്ഷേ 7ാമൻ പീർ മുഹമ്മദ് മരണക്കിടക്കയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. സെയ്ദലവി, അഹമ്മദ് അലി, അബ്ദുൽ ഹക്കീം, ബാദുഷ, അബ്ദുൽ ഖനി, ഫിറോസ് എന്നിവരാണ് അന്നേ ദിവസം മരിച്ചത്. അതിൽ 16 വയസ്സുകാരനായ ഫിറോസ് അടിയേറ്റ് മരിച്ചു എന്നായിരുന്നു കരുതപ്പെട്ടിരുന്നതെങ്കിലും വെടിയേറ്റാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. കടപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കെ വെടിയേറ്റ ഫിറോസിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. 4 വർഷത്തിനുള്ളിൽ 3 പേർ കൂടി മരിച്ചു. കാലിന് വെടിയേറ്റ 40കാരനായ മുഹമ്മദ് സലീം 2012-ൽ മരിച്ചു. നെഞ്ചിന് വെടിയേറ്റ ഇബ്രാഹിം സലീം, അബു ഷഹ്മാൻ എന്നിവരാണ് പിന്നീട് മരിച്ചത്. അങ്ങനെ ആകെ 9 പേരാണ് വെടിവെപ്പിന്റെ ഭാഗമായി മരിച്ചത്. 2009 മെയ് 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-ക്കും 2:30-ക്കും ഇടയിലാണ് ഭീമാപ്പള്ളിയിലെ മുസ്ലിം മത്സ്യത്തൊഴിലാളികൾക്കെതിരെ പോലീസ് വെടിവെപ്പ് നടത്തിയത്. ആക്രമണങ്ങളിൽ 50ഓളം പേർക്ക് പരിക്കേറ്റു. അറസ്റ്റ് ചെയ്യുമെന്ന് കളക്ടർ പ്രഖ്യാപിച്ച പ്രശ്നക്കാരനായ ഒരു വ്യക്തി ഭീമാപ്പള്ളി ദർഗയിലേക്കുള്ള ബസ് തടഞ്ഞ സംഭവമാണ് വെടിവെപ്പിലേക്ക് എത്തിച്ചത്. ഉറൂസിന്റെ ഭാഗമായി ഏറെ തിരക്കുള്ള കാലമായിരുന്നു അത്. ദർഗയ്ക്ക് സമീപമുള്ള ഹോട്ടലിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രശ്നമുണ്ടാക്കിയ അതേ വ്യക്തിയാണ് ബസ് തടഞ്ഞത്. വെടിവയ്പ്പിന് ശേഷം ഭീമാപ്പള്ളിയിലെ സ്ഥിതിഗതികൾ ഏറെ ഭയാനകമായിരുന്നു. പരിക്കേറ്റ പലരും നിത്യരോഗികളായി മാറി. പലർക്കും അംഗഭംഗം സംഭവിച്ചു. വെടിയുണ്ട ആന്തരിക അവയവങ്ങളെ ബാധിച്ചവരുണ്ട്. ചിലർ മാറാരോഗികളായി മാറി. ഭാരിച്ച ചികിത്സാ ചെലവുകൾ താങ്ങാനാവാതെ ഇത്തരം ചില കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്കൂൾ പഠനം വരെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരുപാട് കുടുംബങ്ങൾ തകർന്നുപോയി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് കെ രാമകൃഷ്ണനെ സർക്കാർ നിയോഗിച്ചു. റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിൽ വലിയ ചലനമുണ്ടായില്ല. അരനൂറ്റാണ്ടിനിടെ ഭരണകൂട മുൻകൈയിൽ നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലപാതകങ്ങളിലൊന്നാണ് ഭീമാപ്പള്ളി വെടിവയ്പ്. കൊല്ലപ്പെട്ടവരെല്ലാം ഭീമാപ്പള്ളിക്കാരായ ദരിദ്ര മുസ്ലിങ്ങളായിരുന്നു. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനെ കുറിച്ച് ഭയം കൊണ്ടായിരിക്കാം SIOയും ഇപ്പോൾ നിരോധനം നേരിടുന്ന പോപ്പുലർ ഫ്രണ്ടും ഒഴികെ മറ്റൊരു സംഘടനയും സംഭവത്തിൽ ഇടപെടാൻ തയ്യാറായില്ല. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും ആശ്രിതർക്ക് ജോലിയും ലഭിച്ചു. എന്നാൽ പിന്നീട് മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ലഭിച്ചത് 10,000 രൂപ മാത്രമാണ്. ചിലർക്ക് 25,000 രൂപയും ലഭിച്ചു. മരണമടഞ്ഞ ഒരാളുടെ ഉമ്മ തെരുവിലായി. ഭീമാപ്പള്ളി വെടിവയ്പ്പിന് ചെറിയ തുറയിൽ സംഘർഷം, വെടിവയ്പ് എന്നൊക്കെയാണ് മലയാള മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും അടക്കം വിശേഷിപ്പിച്ചതെന്ന് ഇതേക്കുറിച്ച് പഠിച്ച ഡോക്ടർ കെ അഷറഫ്, KS സുദീപ്, NP ജിഷാർ തുടങ്ങിയവർ പറയുന്നു. ഭീമാപ്പള്ളിയുടെ അയൽ പ്രദേശമാണ് ചെറിയ തുറ. മുസ്ലിം ക്രിസ്ത്യൻ വർഗീയ സംഘർഷമാക്കിയും വർഗീയതയുടെ ലേബൽ പതിച്ചും വെടിവെപ്പിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയുമുണ്ടായി. പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഹർത്താൽ ഏഷ്യാനെറ്റ് തീവ്രവാദ മുദ്ര നൽകി. അന്നേ ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾക്ക് മുൻപിൽ പോലീസിനെ വിന്യസിച്ച് കൃത്രിമ ഭീതി സൃഷ്ടിക്കാനുള്ള ശ്രമവും നടന്നു. അതേക്കുറിച്ച് AS അജിത് കുമാർ എഴുതിയിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ നടന്ന ഏറ്റവും വലിയ ഭരണകൂട കൂട്ടക്കൊലകളിൽ ഒന്നാണ് ഭീമാപ്പള്ളി വെടിവെപ്പ്. മലപ്പുറം 1980, പൂന്തുറ 1992, ആലപ്പുഴ 1982, പാലക്കാട് 1991, കാസർഗോഡ് 2009 എന്നിവയാണ് മുസ്ലിങ്ങൾക്കെതിരെ പോലീസ് നടത്തിയ മറ്റ് വെടിവയ്പ്പുകൾ. മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഇരയാക്കപ്പെട്ടവരുടെ എണ്ണം എത്രയാണെന്നതിൽ പോലും നിരവധി അവ്യക്തതകൾ ഉണ്ടാവുക പതിവാണ്. ഭീമാപ്പള്ളിയും വ്യത്യസ്തമല്ല. 6 പേർ മരിച്ചുവെന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യാറുള്ളത്. സർക്കാരുകൾ മാറിയാലും ഭരണകൂടത്തിന്റെ ന്യൂനപക്ഷ വിരുദ്ധ സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുന്നില്ല എന്ന നിരീക്ഷണം ശരിവെക്കുന്നതാണ് അതിനോടുള്ള പ്രതികരണങ്ങൾ. സ്വകാര്യ വ്യക്തികളായാലും സർക്കാരായാലും ഇതിൽ വ്യത്യാസമില്ല. ഇസ്ലാമോഫോബിയയുടെ കാലത്ത് ഇവ ഓർമ്മയിൽ വയ്ക്കുക എന്നത് വളരെ പ്രധാനമാണ്.